ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു പായസമാണ് സേമിയ പായസം. അപ്പോൾ സേമിയ പായസം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ സേമിയ നന്നായിട്ട് വറുത്തെടുക്കുക. അതായത് ഗീയിൽ നന്നായിട്ട് സോക്ക് ചെയ്ത് വറുത്ത് കുറച്ച് നേരം അതൊന്ന് സെറ്റാവാനായിട്ട് മാറ്റി വയ്ക്കുക. അത് ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് പാല് ചൂടാക്കാം. പാല് നന്നായിട്ട് തിളച്ച് നന്നായിട്ട് ഒന്ന് കുറച്ച് വറ്റിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ വറ്റിയണ സമയത്ത് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ ഒരു 600 ml ആണ് ഒരു 8 ലിറ്റേഴ്സ് ഓഫ് മിൽക്കിന് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത്രയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 4 ലിറ്റർ പാലാണെങ്കിൽ അതിന് 300 ml അങ്ങനെ വെച്ചിട്ട് ഒരു ബോട്ടിൽ അങ്ങനെ 300 ml വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 4 ലിറ്റർ പാലിന് അത്രയും മതിയാകും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഷുഗർ ഇട്ടാലും മതി. ഞങ്ങൾക്കിവിടെ ജിഞ്ചറിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് ജിഞ്ചർ പൗഡർ ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ കുറച്ച് നെയ്യിട്ടിട്ട് നന്നായിട്ട് കുറച്ച് റീസൻസ് നന്നായിട്ട് വീർക്കണ വരെ നല്ല ബൾജ് ചെയ്ത് വരും. അങ്ങനെ ഉള്ള സ്റ്റേജിൽ നമ്മൾ എടുത്ത് നന്നായിട്ട് വീർത്ത് വന്നിരിക്കണുണ്ടോ. അപ്പം അത് പായസത്തിൽ ചേർക്കാം. അത് ഇങ്ങനെ നന്നായിട്ട് സോക്ക്ഡായി നല്ല ഒരു പ്രത്യേക ഒരു ടെക്സ്ചറിൽ വരും. അപ്പോൾ അത് പായസം കുടിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടും. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണ്. കാഷ്യൂ നട്ട്സും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടാൽ ഇവിടെ പായസം റെഡിയായി. ഇനി അതിൻ്റെ ടോപ്പിൽ ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് റോസ് വാട്ടർ, അതായത് 1-2 ഡ്രോപ്സ് കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ. ഭയങ്കരമായിട്ട് അതിൻ്റെ കുത്തൽ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു 2-3 ഡ്രോപ്സ് മാത്രം ഒഴിക്കുക.